എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന 4 ബെഡ്റൂമിൽ നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ഫ്രണ്ടിലായി കാണാം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. അത്യാവശ്യം വിശാലമായ റോഡുകളെല്ലാം ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ളൊരു ഏരിയ കൂടിയാണ്. എല്ലാ വീടുകളിലും ആൾതാമസമുള്ള വീടുകൾ തന്നെയാണ്. 5 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട് വിരിച്ച റോഡുകളാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ചുറ്റുമതിലിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. അവിടെയായി ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിൽ വിശാലമായ ഒരു ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. നേരെ വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിട്ടുണ്ട്. നല്ലൊരു കവേഡോടുകൂടി വരുന്നൊരു കാർപോർച്ചിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാർപോർച്ചിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വാട്ടർ ഫൗണ്ടനാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുക. അതിൻ്റെയും ചെറിയൊരു വർക്ക് മാത്രമേ പെൻഡിംഗ് ആയുള്ളൂ. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. ആ ഒരു മൂലയിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഡയറക്ഷനാണ് വീടിന് വരിക. വലിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഡോർ നമുക്ക് കാണാം. നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടി വരുന്ന ഡോറ് തന്നെയാണ്. ഡോർ തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ട് ഇരിക്കാവുന്ന ഡബിൾ ഹൈറ്റോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹാള് തന്നെയാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വിൻഡോ തന്നെയാണ്. നല്ല രീതിയിൽ വെളിച്ചം എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം ഈ ഭാഗത്ത് കാണാൻ കഴിയും. ഈ ഭിത്തിയിലായി നല്ല മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും മുകളിലേക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന മാറ്റ് ഫിനിഷിൽ വരുന്ന ഐവറി കളറോടുകൂടി വരുന്ന നല്ല വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം നല്ലൊരു ഡിസൈനോടുകൂടി വരുന്ന പാർട്ടീഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയോടുകൂടി തന്നെയാണ് ഡൈനിങ് ഹാളിൻ്റെയും നിർമ്മാണം. നേരെ വന്നു കഴിഞ്ഞാൽ അവിടെയായി ചെറിയൊരു ഡോർ കം വിൻഡോ രീതിയിലുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷനും വാഷ് ബേസിനും സ്റ്റെയറിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആ ഒരു ഭാഗമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് നമുക്കിനി വരേണ്ടത്. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. അതിനോട് തൊട്ട് ചേർന്ന് നല്ലൊരു ഡിസൈൻ വർക്കും LED ലൈറ്റോടുകൂടി വരുന്ന ഒരു ഭാഗമെല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് കിച്ചൻ്റെ ഓപ്പൺ ഏരിയ ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളും കാണാൻ കഴിയും. വിശാലമായൊരു കിച്ചൺ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അവിടെ ഒരു ചിമ്മിനി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് ഈ കിണറിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇനി ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി-ഗാർഡിൻ്റെ വയറുകളും ലെഗ്രാനിൻ്റെ സ്വിച്ചുകളും നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിനും വരുന്നുണ്ട്. ഈ വീടിൻ്റെ കുറച്ച് ഐറ്റംസ് ഈ ഒരു ബാത്റൂമിൽ വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു വിശാലത ഫീൽ ചെയ്യില്ല. വലിപ്പമുള്ള ബാത്റൂമാണ്. ജാഗോറിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റെല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കിയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്.
ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. രണ്ട് ഭിത്തിയിലും നല്ല രീതിയിലുള്ള വിൻഡോ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കും നമുക്കിവിടെ കാണാൻ കഴിയും. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ വരാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡ് ഫിനിഷിൽ വരുന്ന ടൈലുകളും കാണാം. അവിടെ നല്ല രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്കാണ് വരേണ്ടത്. സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ അത്യാവശ്യം വിശാലമായൊരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. നമ്മൾ താഴെ ലിവിംഗ് ഹാളിൽ നിന്ന് കണ്ട ആ ഒരു സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായൊരു ഹോള് തന്നെയാണ്. ഇവിടെയും ഒരു TV യൂണിറ്റ് എല്ലാം കാണാൻ കഴിയും. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ മുകളിലെ നിലയിലും വരുന്നുണ്ട്. 4 ബെഡ്റൂമും ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം എല്ലാ ബഡ്ജറ്റിനൊത്ത വീടുകളെല്ലാം ഞങ്ങൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബാൽക്കണി സ്പേസ് ലഭിക്കുന്നുണ്ട്. കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കും നമുക്ക് കാണാൻ കഴിയും. ഡോർ കം വിൻഡോ എന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വില്ലയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇവിടെ നിന്നും വ്യൂ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഇതും താഴെ കണ്ട പോലെ തന്നെ വലിയ ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. കളമശ്ശേരിയിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.